ഹായ്, ഞങ്ങളിന്ന് മദ്രസ വിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അവിടുന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ കഴിച്ച് വെറുതെ ഇരുന്നപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ തന്നെയുള്ള ഒരു കരുവഞ്ഞി മലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇടവഴി പോലത്തൊരു വഴിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അടുത്തുള്ള സ്ഥലമൊന്നും നമ്മൾ പ്രത്യേകിച്ച് പോകാറില്ലല്ലോ. ദൂരേക്ക് എങ്ങോട്ടെങ്കിലും ആണല്ലോ പോകാൻ നമുക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങളിന്ന് ഏതായാലും അടുത്തുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ കയറും ഞങ്ങൾ, പിന്നെ ക്ഷീണിച്ച് കുറച്ച് നേരം ഇരിക്കും, കുറച്ച് നേരം നിൽക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. കുറച്ചധികം കയറാനുണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ വലിയൊരു ഗുഹയുണ്ട്. പിന്നെ കുറേ കയറിയതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു മരം മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ തന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട്. വീഡിയോസിൽ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ലെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു മൊബൈൽ ടവറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളെ കൂടെ ഉള്ളത് ഏട്ടത്തിയും അനിയത്തിയും നാത്തൂനും കുട്ടികളൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചാടി പുറപ്പെട്ട് പോകുന്നതുകൊണ്ട് ഒരു കുപ്പി വെള്ളം പോലും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ഈ കയറുന്നതിൻ്റെ തൊട്ട് താഴെ കടകളൊക്കെ ഉണ്ടാവുന്നതാണ് ഞങ്ങൾ കരുതിയത്. അവിടെ നിന്ന് തുറന്നിട്ടില്ലായിരുന്നു. കുറച്ച് ദൂരെയാണ് കടയിലുള്ളതും. അപ്പോൾ ഞങ്ങൾ കുറച്ച് കയറിയപ്പോൾ തന്നെ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇനിയും കുറേ മുകളിലേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പച്ച പിടിച്ച സ്ഥലമാണ് കേട്ടോ. അന്ന് പൊതുവേ ആൾ കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ദിവസമൊന്നും ആളില്ല. പൊതുവേ ഇവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ആൾ കുറവായിരിക്കും. പിന്നെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, പിന്നെ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ. അതിരാവിലേക്ക് ഇവിടെ വന്നേക്കുമ്പോൾ ഭയങ്കര വ്യൂ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞങ്ങൾക്കറിയാവുന്ന റീൽസൊക്കെ കുറേ കളിച്ചിട്ടുണ്ട് കേട്ടോ. അറിയാത്തവർ കുറേ യൂട്യൂബിൽ നോക്കി അന്നപ്പം തന്നെ പഠിച്ച് കുറേ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ കളിച്ചു കേട്ടോ. കുട്ടികളും നല്ല ഹാപ്പി ആയിരുന്നു. അവർക്ക് നല്ല ഇഷ്ടമായി. ഒരു റീൽസാണ് കേട്ടോ അത്. കുറേ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളും കളിച്ചു. ഞങ്ങളായിട്ട് അങ്ങനെ വിട്ടു കൊടുക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളും കുറേ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഡാൻസൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഒപ്പനയാണ് കേട്ടോ കളിച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ മെയിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ വീഡിയോസായിട്ട് എടുത്തതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു സ്ഥലം ഗുഹയാണ്. ആ ഗുഹേൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഗുഹ. ഇവിടെ രണ്ട് ഭാഗത്തേക്കും കുറേ ഹോൾസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് പേടിയായി. കുറേ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. നല്ല ഇരുട്ടായിരുന്നു. പൊതുവേ ഇരുട്ടാണല്ലോ ഗുഹേൻ്റെ ഉള്ളിൽ. അപ്പോൾ വലിയ വെളിച്ചങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാ മെയിനായിട്ടുള്ളത് ഈ ഒരു കയറി വരുന്ന ഭാഗം കാണിച്ചു തരാം. കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്നേ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളൊരു ഭാഗം.
ഉള്ളിലേക്ക് പോകുന്തോറും ഇരുട്ട് കൂടി വന്നുകൊണ്ട് അധികം ഉള്ളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്ന കുറേ ഹോൾസൊക്കെ നോക്കി നിന്നിട്ടോ ഞങ്ങൾ. കുറേ വേസ്റ്റൊക്കെ കൂടിയിട്ടുണ്ട്. അധികം നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം പൊതുവേ ആൾ കുറവായതുകൊണ്ടായിരിക്കും വേസ്റ്റൊക്കെ കുറവാണ് കേട്ടോ. ഈ ഗുഹയ്ക്ക് ചരിത്രപരമായിട്ട് കുറേ കഥകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഗുഹയുടെ ഭാഗങ്ങൾ, കയറുന്ന ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോന്നു. മലേൻ്റെ ഏറ്റവും മുകളിലുള്ള ഒറ്റമരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കപ്പ ഞങ്ങൾ അവിടുന്ന് പറിച്ചതാണ് കേട്ടോ. അതാണ് മെയിനായിട്ട് കാണിച്ചു തന്നത്. വലിയൊരു കപ്പ കിട്ടി. അതൊക്കെ വൃത്തിയാക്കി ഞങ്ങളിന്ന് താള് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതാണ്. ഇതാണ് കേട്ടോ വീടിൻ്റെ ബാക്ക് ഭാഗം. കുറച്ച് ചേമ്പും പൂളയും വാഴയൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ പൈപ്പ് വെള്ളം ആയതുകൊണ്ട് വെള്ളം എടുത്തേക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതാണ് മുൻഭാഗം വീടിൻ്റെ. കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെണ്ട, അതിൽ പൂവും കായൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വഴുതന, പച്ചമുളക്, വെള്ളമുളകാണ് കേട്ടോ. അപ്പോൾ പൂളൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ബട്ടർമാരാണ് കേട്ടോ. ഞങ്ങൾ താള് പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബേക്കോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങളെ പറമ്പും കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. താള് കുറവായിരുന്നു. താളൊക്കെ കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോന്നും അവിടെയും ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ പറിച്ചെടുത്ത് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ മുമ്പിലേക്ക് എത്തിയിട്ടോ. ഇതാണ് വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഇത്രയും താള് കിട്ടിയത് ഞങ്ങൾ റെഡിയാക്കുകയാണ്. മീൻകറിയും താള് കറിയും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇന്നലെ ഞങ്ങൾ നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയൊക്കെ കഴിച്ചാണ്. അപ്പോൾ ഇന്ന് നാടൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളെ താത്തയുടെ മോള് വരുന്നത്. ഞങ്ങൾ രണ്ടാൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ പിന്നെ എല്ലാവരും കൂടി ഒത്തൊരുമിക്കാറുണ്ട് കേട്ടോ. താത്തൻ്റെ മോളൊക്കെ വന്ന് ഒരു വീട്ടിലേക്ക് കയറി കേട്ടോ. പിന്നെ ഞങ്ങൾ ബാക്കോട്ട് തന്നെ പോയി നോക്കുകയാണ്. നമ്മളിന്ന് വിറകടുപ്പിലാണ് കേട്ടോ തീ കൂട്ടിയത്. അപ്പോൾ ചോറും കപ്പയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീയൊക്കെ പോയി കേട്ടോ. അപ്പോൾ തീ ഉണ്ടാക്കി കൊടുക്കുകയാണ്, കത്തിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ മൂത്ത താത്തയും ഒരു മോളും കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുമ്പം പൊതുവേ നല്ല രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവരെയും കൂടെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ പിന്നെ ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല, താഴോട്ട് നോക്കിയിട്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ വലിയ കവറൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത്. കവറൊക്കെ അകത്തേക്ക് വെച്ചു. അങ്ങനെ ഞങ്ങളെ ഫുഡൊക്കെ റെഡി ആയിട്ടോ. കാണിച്ചു തരാം. ചോറ്, പിന്നെ താളും പൂളയും കൂടെ ഉള്ള കറി. കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മീൻ കറിയാണ്, അയലായിരുന്നു. പിന്നെ നല്ല മോരുണ്ടായിരുന്നു. അത് തേങ്ങയും ചെറിയുള്ളിയും അരച്ചിട്ടുള്ള മോരാണ്. പിന്നെ കുറച്ച് മീനും വറുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആങ്ങളേൻ്റെ ഭാര്യയും കുട്ടികളും കല്യാണത്തിന് പോയതായിരുന്നു. അവർ തിരിച്ച് വരുന്നുണ്ട്. അവരുടെ കയ്യിൽ എന്തോ ഒരു കവറൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അവർ വീട്ടിലേക്ക് എത്തി. കവറിൽ എന്താണെന്ന് നോക്കാനുള്ളത് എടുക്കാൻ കേട്ടോ ഞങ്ങൾ. അതാ കവറിൽ നോക്കുമ്പോൾ കരിമ്പാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. പിന്നെ പൂളപ്പൊരിയും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് ലെങ്താവും. അതുകൊണ്ട് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.